എല്ലാവർക്കും നമസ്കാരം. നമുക്ക് കെമിസ്ട്രിയിലൊരു സിമ്പിളായിട്ടൊരു കോൺസെപ്റ്റാണ്. സിമ്പിൾ ആണെങ്കിലും ചിലർക്ക് ഇത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആവും. കാരണം ഒറ്റ കോൺഫിഗറേഷൻ വരുന്ന കേസാണ്. അപ്പോൾ നമുക്ക് കോമൺ സോൾട്ടിൽ നിന്ന് തന്നെ തുടങ്ങാം. NaCl, സോഡിയത്തിൻ്റെ 11, ക്ലോറിൻ 17. സോഡിയം വരുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് സോഡിയം 11 ആയിരിക്കും. അതിൻ്റെ കോൺഫിഗറേഷൻ വന്നിട്ട് എന്താണ് 281 ആയിരിക്കും അല്ലേ. ഒക്റ്ററ്റ് എന്ന് പറയുമ്പോൾ എപ്പോഴും സ്റ്റെബിലിറ്റിക്ക് ഫോക്കസ് കൊടുക്കുന്നതാണ്. അപ്പോൾ ഈ 1 പോയി കഴിഞ്ഞാൽ ഇവൻ 28 പോയിട്ട് അതിൻ്റെ Na എന്നുള്ളത് Na പ്ലസ് ആണ്. ഓക്കെ, Cl എന്നുള്ളത് എന്താണ് 17 ആയതുകൊണ്ട് 287 ആകുമ്പോൾ എന്ത് സംഭവിക്കും? ഈ 7 ഒന്നും കൂടെ ആഡ് ആകുമ്പോൾ അവൻ എന്താവും? 288 ആവും അല്ലേ. അപ്പോൾ ഇതെന്താവും? Cl to Cl മൈനസ് ആവും അല്ലേ. അപ്പോൾ ഇവിടെ Na പ്ലസ് ആവുന്നുണ്ട്, Cl മൈനസ് ആവുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലാക്കാം? സ്റ്റേബിൾ കോൺഫിഗറേഷൻ ആവുന്നുണ്ടെങ്കിൽ Na പ്ലസ് Cl മൈനസ് എന്ന് പറഞ്ഞൊരു റോക്ക് സോൾട്ട്, സോഡിയം ക്ലോറൈഡ് ആണ് എൻ്റെ പെർഫെക്റ്റ് എക്സാമ്പിൾ ഫോർ എന്താണ് ഒക്റ്ററ്റ് അല്ലെങ്കിൽ സ്റ്റേബിൾ. ഇത് പലപ്പോഴും അസേർഷൻ റീസൺ അതുപോലത്തുള്ള മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസിനൊക്കെ നമുക്ക് സോഡിയം ക്ലോറൈഡ് പലപ്പോഴും പലർക്കും തെറ്റിപ്പോയുള്ള ഒരു കോൺസെപ്റ്റാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് Na പ്ലസും Cl മൈനസും ചേരുമ്പോൾ അത് സ്റ്റേബിൾ ആവുന്നുണ്ടോ ഇല്ല എന്നാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പോൾ അത് ഉറപ്പായിട്ടും സ്റ്റേബിൾ കോമ്പൗണ്ട് ആയിട്ട് മാറിയിരിക്കും. ദാറ്റ് ഇസ് Na പ്ലസ് ആവും, Cl മൈനസ് ആവും. Na പ്ലസ് എന്ന് പറയുമ്പോൾ 281 ആണ്. അപ്പോൾ 281 നിന്ന് 1 പോയി കഴിഞ്ഞാൽ അത് Na പ്ലസ് ആണ് ആവുന്നത്. അതുപോലെ നമ്മൾ ക്ലോറിൻ്റെ കേസ് വരുമ്പോൾ 287 ആവും. അത് ഒന്നുകൂടെ ആഡ് ചെയ്യും. അപ്പോൾ 7ൽ നിന്ന് നമുക്ക് ഒരു ഇലക്ട്രോൺ മാറുമ്പോൾ നമുക്ക് മൂന്നാമത്തെ ഓർബിറ്റിൽ നമ്മുടെ SPD വന്ന ഓർബിറ്റൽസിൻ്റെ കേസ് ഉണ്ടല്ലോ, അത് നമുക്ക് പിന്നീട് പഠിക്കാം. ഇവിടെ വരുന്നത് നമുക്ക് സിമ്പിൾ കോൺസെപ്റ്റാണ്. അതായത് 288 മൂന്നാമത്തെ ഷെല്ലിൽ 7ലേക്കുള്ള 1 ചേരുമ്പോൾ എന്താവും? 288 ആവും. അപ്പോൾ അതൊരു സ്റ്റേബിൾ കോമ്പൗണ്ട് ആയിട്ട് സോഡിയം ക്ലോറൈഡ് മാറും. ഇതാണ് നമ്മുടെ എന്താ പറയുക സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ ഒക്റ്ററ്റ് എന്ന് പറയുന്നത്. എല്ലാവർക്കും ക്ലിയർ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ടൈം നോക്കാം.